ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രകാരം എടുത്ത കേസുകളെല്ലാം തന്നെ ഇപ്പോൾ അന്വേഷണം നിർത്തിവെച്ചിരിക്കുന്നു. അതിന് തുടരണ്ട എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തീരുമാനം. കാരണം ഈ മൊഴി നൽകിയ ആൾക്കാർ, അതായത് പരാതിപ്പെട്ട അല്ലെങ്കിൽ ആണ് എന്ന് പറയുന്ന ആൾക്കാർക്കൊന്നും തന്നെ ഈ പറയുന്ന കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അവർ ഈ മൊഴി കൊടുത്തത് ഹേമ കമ്മിറ്റി എന്തിനാണെന്നുള്ളതാണ് പിന്നെ അടുത്ത ചോദ്യം. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നുമല്ലാതെ പോയി എന്നുള്ളതാണ്. പാർവതി തിരുവോത്ത് അടക്കമുള്ളവർ അതിനെ പറ്റിയിട്ട് പോസ്റ്റ് ഇട്ടുന്നു. മുഖ്യമന്ത്രി അടക്കം ചോദ്യം ചെയ്യുന്നുണ്ട്. 5.5 വർഷമല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞ് പരിഹാസ്യ രൂപേണ അതിനെ വിമർശിക്കുന്നുണ്ട്. ശരിക്കും ഇനി എന്താവും? ഇതെന്തിനായിരുന്നു? പിന്നെ പ്രിയൻ ഓർമ്മിക്കുന്നുണ്ടോ, ഇതാദ്യം ഹേമ കമ്മീഷൻ റിപ്പോർട്ടെന്നായിരുന്നു. പിന്നീട് ഒരു പാതി വഴിയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണെങ്കിൽ അതിൽ വരുന്ന മൊഴി കൊടുത്തവർ അത് ജുഡീഷ്യൽ സ്വഭാവമുണ്ട്. അത് കേസ് ഓൾറെഡി എടുക്കേണ്ടി വരും. അത് കമ്മിറ്റി റിപ്പോർട്ടാക്കി മാറ്റിയപ്പോൾ മുതൽ അതിനകത്ത് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നില്ലേ? അതെ, തീർച്ചയായും സ്വാഭാവികമല്ലേ. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു നടി പീഡിപ്പിക്കപ്പെട്ട കേസ് മുതലാണല്ലോ ഇവിടെ WCC ഉണ്ടാകുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന വേണമെന്ന് പറയുന്നു, അതിനുവേണ്ടി പ്രത്യേക സംഘടന ഉണ്ടാക്കുന്നു. അവർ ഇനിഷ്യേറ്റീവ് എടുത്താണ് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാക്കിയതെന്ന് പറയുന്നു. ഇപ്പോൾ WCC എവിടെയാണ്? WCCയുടെ ഒരു വലിയ അംഗം, ഒരു മുൻകാല നടി, ഞാൻ പേര് പറയുന്നില്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ കോടതിയിലേക്ക് പോയി. ഞാൻ പറഞ്ഞ മൊഴികൾ പുറത്തു വരരുത്. എന്തുകൊണ്ട്? അതിന് ഞാൻ ആ മൊഴി കൊടുത്ത കുറച്ച് സ്ത്രീകൾ വേണ്ടി സംസാരിച്ചു. അപ്പോൾ പറഞ്ഞത്, ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിതൊരു തെളിവെടുപ്പോ അല്ലെങ്കിൽ ഇതൊരു കേസാക്കാനോ വേണ്ടിയല്ല, സിനിമയിലൊരു പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങളിന്ന് പഠിക്കുകയാണ്, നിങ്ങൾക്കുണ്ടായിട്ടുള്ളതൊക്കെ പറഞ്ഞോളൂ, ഇതൊന്നും രേഖയിലുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ അതൊരു കേസിന് വേണ്ടിയല്ല ഞങ്ങൾ പറഞ്ഞു, ഇതൊന്നും രേഖയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു, ഈ മൊഴി കൊടുത്തിട്ട് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കില്ലേ? സർ, അതൊന്നും വായിച്ചു നോക്കില്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ WCCയിലെ ഒരു പ്രമുഖ അംഗം എന്തുകൊണ്ടാണ് കോടതിയിലേക്ക് പോയത്? എൻ്റെ മൊഴികൾ പുറത്തു വരാൻ പാടില്ല, അവർ ആളുകളെ ഭയപ്പെട്ടിട്ടാണോ? ഇപ്പോൾ പാർവതി തിരുവോത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനും കണ്ടു. 5.5 വർഷമല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞ പരിഹാസ രൂപേണയാണ്. പാർവതി തിരുവോത്ത് ചില പീഡന പരാതികളൊക്കെ ഉന്നയിച്ചിരുന്നല്ലോ. ഇപ്പോൾ സ്ത്രീ പീഡനത്തെ സംബന്ധിച്ചോളം അതിന് കാലപരിധിയൊന്നുമില്ല. 15 വർഷമായാലും 20 വർഷമായാലും ഒരു പെൺകുട്ടി പറഞ്ഞാൽ കേസെടുക്കാം. ഇപ്പോൾ പറയുന്നത് ഇത്രയും കാലപ്പഴക്കമുള്ള പല കേസുകളിലും തെളിവുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെന്നാണ്. മനസ്സിലായോ? തെളിവുകൾ അന്വേഷിച്ച് പോകുമ്പോഴാണല്ലോ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നറിയുക. അത് അന്വേഷിച്ച് പോകാൻ പോലും തയ്യാറല്ല. ഇവിടെ പറയുന്നത് ഇരകൾ കേസിന് പോകാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്ത് സർക്കാർ തന്നെ മുമ്പോട്ട് പോയിക്കൂടാ? അപ്പോൾ നമ്മൾ ഒരു കൊലപാതകം നടക്കുന്നു, അവിടെ വാദിഭാഗത്ത് വരുന്നത് പ്രോസിക്യൂട്ടറല്ലേ, സർക്കാരിൻ്റെ വക്കീലല്ലേ എന്ന് പറഞ്ഞ പോലെ സർക്കാർ നിയോഗിച്ച SIT അവിടെ മൊഴി കൊടുക്കാൻ വരുന്നില്ലെങ്കിലും ഹേമ കമ്മിറ്റിയിലെ ആ റിപ്പോർട്ടിലെ പ്രകാരം അവിടെ മൊഴി കൊടുത്തിട്ടുള്ളവരുടെ കേസുകൾ എന്തുകൊണ്ട് പാരലായി അന്വേഷിച്ചുകൂടാ? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചരടുവലികൾ നടന്നിരിക്കുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് 7 പേജ് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി? അപ്പോൾ ആരെയാണ് സംരക്ഷിക്കേണ്ടത്? ഇവിടെ പല വലിയ നടന്മാരുടെയും പേര് പറയുന്നത് കേട്ടു. അവർ യഥാർത്ഥത്തിൽ ഉണ്ടോ ഇതിൽ? അവരെ രക്ഷിക്കാൻ വേണ്ടിയാണോ? ഇനി അതിൽ പേരുള്ളവരും ഇല്ലാത്തവരും എല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടില്ലേ? ഇപ്പോൾ ഇത് പലരെയും രക്ഷിക്കാനാണെന്ന് പറയുമ്പോൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും മോശക്കാരായില്ലേ? അപ്പോൾ ഇത് ആരുടെ കൈകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇതെനിക്ക് തോന്നുന്നത് സർക്കാരിന് എന്തെങ്കിലുമൊക്കെ വലിയ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ചില ഞൊടുക്ക് വിദ്യകളിലൂടെ, ചില പുതിയ സംഭവങ്ങളിലൂടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കും. അങ്ങനെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ സിനിമയിലെ സ്ത്രീ പീഡനത്തെക്കുറിച്ച് ഇനി ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് സെക്ഷൽ ഹറാസ്മെൻറ്റ് മാത്രമല്ലെന്നേ, തൊഴിലിടത്തിൽ വേറെ ഒരുപാട് ചൂഷണങ്ങളുണ്ട്. കൃത്യമായി പണിയെടുക്കുന്നതിന് ആ നിശ്ചിത വേതനം കൊടുക്കാതിരിക്കുക, അവിടെ തൊഴിലിലെ തന്നെ ഹറാസ്മെൻ്റ് ഉണ്ട്.
ഇത് മാധ്യമങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ഈ പൈങ്കിളി ഇഷ്ടപ്പെടുന്നവരോ സെക്ഷൽ ഹറാസ്മെൻറ്റിലേക്ക് കൂടുതൽ കൊണ്ടുപോയി. അതെ, അവരാരെ പീഡിപ്പിച്ചു, ഇവരാരെ പീഡിപ്പിച്ചു. സിനിമാ രംഗം ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന ലഹരി വിമുക്ത സെറ്റുകളുണ്ടാവണം, സ്ത്രീ സൗഹൃദ സെറ്റുകളുണ്ടാവണം. അപ്പോൾ അതിന് ഈ ഇഷ്യൂ ഉണ്ടായതിന് ശേഷം സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ICC ഉണ്ട്. അവിടെ കംപ്ലൈൻറ്റ് ചെയ്യാം, കൃത്യമായി അത് നടന്നു പോകുന്നുണ്ട്. അതില്ലാത്ത ഒരു സിനിമയ്ക്കും പെർമിഷൻ കൊടുക്കില്ല. പക്ഷേ ആരും പരാതിപ്പെടില്ല. എനിക്കൊരു വിഷയമുണ്ടായി, ഒരു വലിയ നടനിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ, ഞാൻ പീഡനത്തെക്കുറിച്ചല്ല പറഞ്ഞത്, എന്നെ അയാൾ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിച്ചു, ഞാനത് പോട്ടെ എന്ന് വെക്കും. എന്തുകൊണ്ടാണെന്നറിയാം? ഒരു വലിയ നടനാണെന്ന് വിചാരിക്കുക, നാളെ എനിക്ക് ഒരിക്കൽ കൂടി അയാളുടെ ഡേറ്റ് വേണം, അല്ല അയാളെ വെച്ച് സിനിമ ചെയ്യണം. ഇതുതന്നെയായിരിക്കുമല്ലോ ഈ പീഡന ശ്രമം നടക്കുകയോ അല്ലെങ്കിൽ ഒരു പുരുഷൻ മോശമായ ഒരു സ്ത്രീയോട് പെരുമാറുകയോ ചെയ്താൽ എന്തുകൊണ്ടാണ് ആ സ്ത്രീ കേസിന് പോകാത്തത്? പറയുന്നത് അതിൻ്റെ പുറകെ നടന്ന ബുദ്ധിമുട്ടൊന്നും, ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക വ്യഥകൾ. അതേപോലെ തന്നെ പുരുഷനുമുണ്ടെന്നേ മനസ്സ്. ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ ഒരു പെൺകുട്ടി കള്ളപ്പരാതി കൊടുത്തു. കള്ളപ്പരാതിയാണെന്ന് തെളിഞ്ഞു. അത് തെളിയുന്നതുവരെ നിവിൻ പോളി അനുഭവിച്ച മാനസിക പീഡയില്ലേ? ഇനി ഈ കള്ളപ്പരാതി കൊടുത്ത ഇവൾക്കെതിരെ കേസെടുത്തു. ഞാൻ പറയുന്നത് സ്വമേധയാ കേസെടുക്കണം പോലീസ്. ഒരാളുടെ പേര് കളങ്കപ്പെടുത്തുക, അയാളുടെ കീർത്തി ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്ന ഒരു വനിത, അവൾ മനഃപൂർവ്വം ചെയ്തതാണ്, മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണെന്ന് വന്നാൽ അവൾക്കെതിരെ കേസെടുക്കണം, പിടിച്ചകത്തിടണം. സ്ത്രീ ദുർബലയാണ് അല്ലെങ്കിൽ സ്ത്രീ അബലയാണ്, അവരെ ചേർത്ത് നിർത്തണം. അതിനുവേണ്ടി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് പുരുഷന്മാരെല്ലാം ക്രിമിനലുകളാണ്. പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരുണ്ട്. മാനസിക പീഡനം അതിലൊരു ഏറ്റവും വലിയ പീഡനമല്ലേ? പിന്നെ തീർച്ചയായും. അപ്പോൾ ഒരു ഭാര്യ പീഡന പരാതി കൊടുക്കുകയാണ് ഭർത്താവിനെതിരെ, മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, എന്നിട്ട് കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുക. അയാളെ സമൂഹത്തിൽ അപമാനിക്കാൻ വേണ്ടി, ഇവർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി. ഇങ്ങനെ സിനിമയിൽ തന്നെ പല കഥകളും നമ്മൾ പ്രമുഖനായ സംവിധായകൻ ബാലചന്ദ്രമേനോൻ്റെ പീഡനകഥ കേട്ടതല്ലേ? അയാൾ വേദനയോട് ചോദിക്കുന്നത്, ഞാനിങ്ങനെ ഒരു വൃത്തികെട്ടവനാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണെന്ന് എന്നോടൊരാൾ പറഞ്ഞതാണ്. പറഞ്ഞ സ്ത്രീയുടെ ക്രെഡിബിലിറ്റി എന്നുണ്ട്. എത്ര പേർക്കെതിരെ പീഡന പരാതിയാണ് ഇല്ലേ? ഈ അടുത്ത കാലത്ത് തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഒരു വനിതാ നിർമ്മാതാവിനോട് എല്ലാവരും ചേർന്ന് മോശമായി പെരുമാറിയത് കോടതിയിൽ കേസാണ്. ഞാൻ ആ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. കെട്ടിച്ചമച്ച കേസാണ്. അതായത് അവിടെ ആ കമ്മിറ്റിയിൽ വൈരാഗ്യമുള്ളവരെ മാത്രം നോട്ട് ചെയ്ത് അവർക്കെതിരെ കേസ് കൊടുത്തിരിക്കും. കുറേ പേരെ വെറുതെ പരാതിയില്ലാന്ന് പറഞ്ഞ് വെറുതെ വിട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലൊരു വൈരാഗ്യം നിങ്ങളോട് തോന്നിയാൽ നിങ്ങളെ എങ്ങനെ അകത്താക്കാം എന്ന് തീരുമാനിക്കുന്നതാവരുത് നിയമം. നിയമത്തെ അതിനുവേണ്ടി വിനിയോഗിക്കരുത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, ഇവിടെ വലിയ ചർച്ചയായി, സിനിമ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വർത്തമാനങ്ങളുണ്ടായി. ഇപ്പോഴും സിനിമയിൽ ഇതൊക്കെ നടക്കുന്നില്ലേ? അറിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ 5 വർഷം കഴിയും. മനസ്സിലാകുന്നുണ്ട്? ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണല്ലോ സംഭവിച്ചത്. ഹേമ കമ്മിറ്റി വന്നപ്പോൾ 15-20 വർഷം മുമ്പുള്ള കഥകളാണല്ലോ വന്നത്. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് 5, 10, 15 വർഷം കഴിഞ്ഞാണ് അവന് വെളി വരിക. ഞാനിപ്പോഴും പറയുന്നു, ഇത് സ്ത്രീകളോടൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ്. ഒരു പെൺകുട്ടി വിചാരിച്ചാൽ ഒരു മനുഷ്യൻ അവളെ നേരെ നോക്കില്ല, തൊടില്ല. മാറി നിൽക്കടോ എന്ന് കൈ ചൂണ്ടി പറഞ്ഞാൽ ഒരാളും അടുത്തേക്ക് വരില്ല, ഒരു പുരുഷനും. അതിന് സ്ത്രീകൾക്ക് ധൈര്യം ഉണ്ടാവണം, ആർജവം ഉണ്ടാവണം. അല്ലെങ്കിൽ എന്നെ പീഡിപ്പിച്ചേ, എന്നെ ഉപദ്രവിച്ചേ എന്ന് പറഞ്ഞ് കരയാൻ വരുന്നതല്ല. അതല്ല സ്ത്രീത്വം, അതല്ല സ്ത്രീകൾ. ആ സ്ത്രീകളാണ് ആദ്യം പാഠം പഠിക്കേണ്ടത്. തൊഴിലിടങ്ങൾ സംശുദ്ധമാക്കാൻ സ്ത്രീകൾ തന്നെ മുൻകൈയെടുത്തിറങ്ങണം. ഇനി സിനിമയിൽ തന്നെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് കൈമാറുന്ന എത്രയോ സ്ത്രീകളുണ്ടായിരുന്നു നേരത്തെ. അതെ, ഇല്ലേ? വലിയ ചില നടിമാർ തന്നെ അത്തരം പ്രവൃത്തികൾ ചെയ്തിരുന്നു.
അപ്പോൾ സ്ത്രീകൾ തന്നെയല്ലേ സ്ത്രീകൾക്ക് പാര? അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരു പുരുഷൻ നോക്കി പുരുഷന്മാരെല്ലാവരും നല്ലവരാണെന്നല്ല, ഒരു 5-10% എവിടെയും ഉണ്ടാവും. അവർ ഒരു സമൂഹത്തിന് പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്യും. ഒരു സിനിമ കൂട്ടായ്മയ്ക്ക് പേരുദോഷം ഉണ്ടാക്കും. എന്തായാലും വനിതകളാണ്, സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്. ഓരോ പെൺകുട്ടിക്കും മനസ്സുറപ്പ് വേണം. എന്നെ ഒരുത്തനും എൻ്റെ അനുവാദമില്ലാതെ തൊടില്ല, സ്പർശിക്കില്ല. അങ്ങനെ ഒരു പെൺകുട്ടി തീരുമാനമെടുത്താൽ ഇവിടെ ഒരു പീഡനവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ബലാത്സംഗമായിരിക്കണം, ഗോവിന്ദചാമിയൊക്കെ ചെയ്തതുപോലെ. അങ്ങനെയുള്ളവനെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമവും കൊണ്ടുവരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.